പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ഫെബ്രുവരി മാസം 6-ാം തീയതി വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചല്ലോ. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് നന്ദി പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് കൈ പിടിച്ച് നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന് കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയാം, കർത്താവെ നന്ദിയോടെ സ്തോത്രം, കർത്താവെ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അവൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ കരങ്ങൾ ഉയർത്തി പറഞ്ഞാണ്ട്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ശബ്ദമുയർത്തി പറഞ്ഞാണ്ട്, യേശുവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങ് സർവശക്തനാകുന്നു, അങ്ങ് സർവ്വവല്ലഭനാകുന്നു, അങ്ങ് സർവാധികാരിയായ ദൈവമാകുന്നു. അങ്ങേക്കൊന്നും അസാധ്യമായിട്ടില്ല. പപ്പാ, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും നിറഞ്ഞ കർത്താവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. 63-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറഞ്ഞത്, കർത്താവിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. എൻ്റെ അധരങ്ങൾ കർത്താവിനെ സ്തുതിക്കും. എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ കർത്താവിനെ വാഴ്ത്തും. കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും. എൻ്റെ കിടക്കയിൽ കർത്താവിനെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ കർത്താവിനെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എൻ്റെ വായ് സന്തോഷമുള്ള അധരങ്ങളാൽ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും അങ്ങ് തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. അങ്ങ് വലിയവൻ, അങ്ങ് വിശ്വസ്തൻ, അങ്ങ് വാക്കുമാറാത്തവൻ, അങ്ങേപോലെ മറ്റാരുമില്ല. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി കർത്താവേ, ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കട്ടെ, ദൈവ സാന്നിധ്യം നിറഞ്ഞു കവിയട്ടെ, ആത്മാവിൻ്റെ ശക്തി അവർ മേൽ ഒഴുകട്ടെ. അനേകർക്ക് അനുഗ്രഹമാക്കി തൻ്റെ കുഞ്ഞുങ്ങളെ മാറ്റണമേ. ലോകവ്യാപകമായൊരു ഉണർവിന് ഈ തൻ്റെ മക്കളെ കർത്താവ് ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ രക്തത്താൽ ഞാൻ ഇവരെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. നസ്രയനായ യേശുവിൻ നാമത്തിൽ രോഗശക്തികൾ വിട്ടുമാറട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞ് തൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ. എല്ലാ തരത്തിലുള്ള അൾസറുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ദിവസങ്ങളായി ബെഡ്റിഡനായിരിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത് മുഖാന്തരം ഉണ്ടായിരിക്കുന്ന എല്ലാ മുറിവുകളും യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. സ്കിൻ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ ഹീലാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെവിക്കകത്ത് ഇൻഫെക്റ്റഡ് ആയിട്ട് ദിവസങ്ങളായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ മൂക്കിനകത്ത് ദശയുണ്ടായി പ്രയാസം അനുഭവിക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിൻ്റെ അസ്വസ്ഥതകളെല്ലാം വിട്ടുമാറട്ടെ. കർത്താവെ, നടക്കുവാൻ പ്രയാസമായി കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ, പൂർണ്ണാരോഗ്യം പ്രാപിക്കട്ടെ. അതുപോലെ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ജോലിയിലെ വിഷയങ്ങളിൽ തന്നെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. കർത്താവെ, അത്ഭുതകരമായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തൻ്റെ മക്കൾക്ക് വേണ്ടി വഴി തുറക്കുന്നവനാകിയാൽ സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഇന്ന് ലോകത്തെമ്പാടും കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഉണർവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സഭായോഗങ്ങൾ വലിയ ഉണർവിന് കാരണമായി തീരട്ടെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മഹത്വവും പുകഴ്ചയപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. കർത്താവിന് അനുവദിക്കുന്ന പക്ഷം രാവിലെ ഇന്ത്യൻ സമയം 8 മണിയോടുകൂടെ സഭായോഗം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക. കർത്താവ് വൻ കാര്യങ്ങളെ ഇന്നത്തെ ദിവസം ചെയ്യട്ടെ. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം അതിന് 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ പറയുന്നു,
കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. സഭയാം കുടുംബത്തോട് പരിശുദ്ധാത്മാവ് പറയുക, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവൻ വീണ്ടും ജനിക്കപ്പെട്ട ഓരോ ദൈവ പൈതലും ധൈര്യത്തോടെ പറയാം, എൻ്റെ ഒറിജിൻ, ഞാൻ വരുന്നത് ദൈവത്തിൽ നിന്നാകുന്നു. കരമുയർത്തി പറയും, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. കരമുയർത്തി പറയും, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. ഒന്നുകൂടെ പറഞ്ഞാൽ, ഞാൻ അത് പറയുമ്പോൾ തന്നെ പല പ്രശ്നങ്ങളും അവിടെ തന്നെ പരിഹരിക്കപ്പെടും. വിശ്വാസത്തോടെ പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാകുന്നു. അടുത്ത് പറയുന്നു, നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. കരമുയർത്തി പറ, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. കരമുയർത്തി പറഞ്ഞ്, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ജീവിതത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. ആമേൻ. പല രീതിയിലുള്ള പ്രയാസങ്ങളെ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. പക്ഷേ പരിശുദ്ധാത്മാവ് ഇവിടെ നമ്മളെ ഓർപ്പിക്കുകയാണ്, ആമേൻ, ഏത് തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും, ആമേൻ, നമുക്ക് ഒരു ബോധ്യം ഉണ്ടാകണം. ആമേൻ. നമ്മൾ ചിന്തിക്കുക, കർത്താവേ, ഈ പ്രശ്നത്തിനാണെന്ന് ഞാൻ പുറത്തു വരുമോ? കർത്താവേ, ഈ രോഗം സൗഖ്യമാകുമോ? ഈ പ്രതിസന്ധിയെ എനിക്ക് മാനേജ് ചെയ്യാൻ കഴിയുമോ? ആമേൻ, ഇതെൻ്റെ ജീവിതത്തെ എന്നെ ആക്കിത്തീരും എന്നൊക്കെ ആമേൻ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉയർന്നു വരുമ്പോൾ, ആമേൻ, കർത്താവ് നമ്മളോട് പറയുന്നൊരു കാര്യമുണ്ട്, മോനെ, നീ ദൈവത്തിൽ നിന്നുള്ളവനാ, നിന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാകും. നിന്നിലുള്ളവൻ ലോകത്തിലുള്ള. അപ്പം നമുക്കൊരു ബോധ്യം വേണം, എന്നിലുള്ള ദൈവത്തിൻ്റെ ശക്തി, എന്നിലുള്ള പരിശുദ്ധാത്മാവ്, എന്നിൽ വസിക്കുന്ന ക്രിസ്തു ലോകത്തിലുള്ള ഏതു വിഷയത്തെക്കാളും വലുതാണ്. ആ രോഗത്തെക്കാൾ, നിങ്ങളിന്ന് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ത് തന്നെ ആയിക്കോട്ടെ, അതിനേക്കാളും വലിയവനായ ഒരുവൻ നമ്മുടെ അകത്ത് വസിക്കുന്നു എന്ന വലിയ ബോധ്യം നമുക്കുണ്ടാകണം. ഉദാഹരണം പറഞ്ഞാൽ, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 16-17 വാക്യങ്ങൾ നമുക്കിങ്ങനെ അറിയാം. 15-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം തൊട്ട്, അവൻ അവിടെ ശക്തിയുള്ള സൈന്യത്തെ കുതിരകളും രഥങ്ങളുമായി അയച്ചു. അവർ രാത്രിയിൽ ചെന്ന് പട്ടണം വളഞ്ഞു. ഈ ദൈവപുരുഷൻ്റെ ബാല്യക്കാരൻ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ടു. ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് യജമാനൻ, അതായത് എലീശ പ്രവാചകൻ്റെ കാര്യമാണ്. എലീശ പ്രവാചകൻ പറയാം, പേടിക്കേണ്ട, നമ്മുടെ കൂടെ ഉള്ളവൻ അവരോട് കൂടെ ഉള്ളവനേക്കാൾ അധികമെന്ന് പറഞ്ഞു. എന്നിട്ട് എലീശ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണ് തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മളുടെ പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ പ്രശ്നത്തിലേക്ക് നോക്കാതെ, പ്രതിസന്ധിയിലേക്ക് നോക്കാതെ, നമ്മുടെ കൂടെയുള്ളവനെ നോക്കുവാൻ തയ്യാറായാൽ നമുക്ക് ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ കണ്ടോ, എലീശ പ്രാർത്ഥിക്കുക, എലീശയുടെ ശിഷ്യന് വേണ്ടി, കർത്താവേ, ഇവൻ്റെ കണ്ണൊന്ന് തുറന്നു കൊടുക്കണം. കാരണം ഈ കണ്ണ് തുറക്കപ്പെടാത്തിടത്തോളം കാലം പ്രവാചക ശിഷ്യനായ ആ ശിഷ്യൻ കാണുന്നത് എന്തുവാ? അവൻ ശത്രുവിനെയാണ് കാണുന്നത്, പ്രതിസന്ധിയെയാണ് കാണുന്നത്, പ്രശ്നത്തെയാണ് കാണുന്നത്. എന്നാൽ കണ്ണ് തുറക്കപ്പെട്ടതോടുകൂടെ പ്രശ്നത്തെയല്ല കാണുന്നത്, പ്രതിസന്ധിയല്ല കാണുന്നത്, തൻ്റെ കൂടെ ഉള്ളതിനെ കാണുവാൻ കർത്താവ് ഇടവരുത്തി. ഇന്ന് പ്രഭാതത്തിൽ നമുക്കും അങ്ങനൊരു ജീവിതം നയിക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഒരുപക്ഷെ നിങ്ങൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരിക്കാം, ഒരുപക്ഷെ രോഗലക്ഷണങ്ങളായിരിക്കാം, കടഭാരങ്ങളായിരിക്കാം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന വിഷയങ്ങളായിരിക്കാം. ഹല്ലേലൂയ. എന്നാൽ അതിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ തനിച്ചല്ല. ആമേൻ. നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്, നിങ്ങൾക്ക് ചുറ്റും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട്. അതിലുപരിയായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ കഴിയുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഉയർപ്പിച്ച അതേ ആത്മശക്തിയാണ് നമ്മുടെ ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ധൈര്യമായിട്ടിരിക്കുക. നിങ്ങൾ ആ വിഷയത്തെ ജയിക്കും. നിങ്ങൾ ആ രോഗത്തിൽ നിന്ന് പുറത്തു വരും. നിങ്ങൾ ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ഒറ്റ കാര്യമേ ഉള്ളൂ, വിശ്വാസത്താൽ അങ്ങ് പറയണം, എൻ്റെ ഉള്ളിലുള്ളവൻ ഈ വിഷയത്തെക്കാൾ വലിയവനാണ്. എൻ്റെ ഉള്ളിലുള്ള ഇവിടെ നോക്കിയാൽ അപ്പം പറയും, അയ്യോ എനിക്ക് എന്നിലുണ്ടോ, എനിക്ക് ഉണ്ടോ എന്നൊരു സംശയമാണ്. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാണോ? നിൻ്റെ ഉള്ളിൽ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനുണ്ട്. അവൻ വേദപുസ്തകം വെറുതെ ചുമ്മാതെ പറയത്തില്ല. അവൻ നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനെന്ന് കർത്താവ് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്താലും ഫീൽ ചെയ്തില്ലെങ്കിലും ദൈവവചനത്തിന് മാറ്റമില്ല. വിശ്വസിക്കുക, എന്നിട്ട് കരങ്ങളെ ഉയർത്തിയിട്ട് പറയുക, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ. ആ പ്രശ്നത്തോട് പറഞ്ഞു, നിന്നേക്കാൾ വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു, നിന്നേക്കാൾ വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു ബോധ്യം വരുമ്പോൾ
ഏത് വിഷയത്തിനകത്തു നിന്നും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയും. കർത്താവ് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ത് തന്നെയാണെങ്കിലും ഈ വചനത്തിൻ്റെ റെവലേഷനാൽ നിങ്ങളതിനകത്തുനിന്ന് പുറത്തു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി പറ, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ആമേൻ. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുകും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.